ആസിഡ് അല്ലെങ്കിൽ ആൽക്കലൈൻ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസിൽ നിന്ന് പാറയുടെ പൊടിയിൽ നിന്നൊക്കെ യുറാനിയത്തെ വേർതിരിച്ചെടുക്കും. അപ്പോൾ യുറാനിയത്തെ അങ്ങനെ വേർതിരിച്ചെടുക്കുമ്പോൾ യുറാനിയം ഓക്സൈഡ് ആകും, U3O8 ആകും. ഈ സാധനത്തിനാണ് യെല്ലോ കേക്ക് എന്ന് പറയുന്നത്. അതൊരു മഞ്ഞ കളർ പൊടിയാണ്. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം ഇപ്പോൾ നമുക്ക് യുറാനിയമാണ് കിട്ടിയേക്കുന്നത്. യുറാനിയം 235 കിട്ടിയിട്ടില്ല. ഭൂമിയിൽ ആകെ കാണുന്ന യുറാനിയത്തിൻ്റെ വെറും 0.7% മാത്രമാണ് യുറാനിയം 235. 99.3% യുറാനിയം 238 ആണ്. യുറാനിയം 238 കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ടല്ല ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് വിറകെടുക്കുക. വിറക് നനഞ്ഞ വിറകുണ്ട്, നല്ല ഉണങ്ങിയ വിറകുണ്ട്. നമുക്ക് ഏതാ കത്തിക്കാൻ ഉപകാരം വരുന്നത്? ഈ നനഞ്ഞ വിറക് കൊണ്ടിട്ടാൽ കത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ നനഞ്ഞ വിറകിൽ നിന്ന് ഉണങ്ങിയ വിറക് വേർതിരിച്ചെടുക്കും. എന്നിട്ട് ആ ഉണങ്ങിയ വിറക് വെച്ചിട്ടാണ് നമ്മൾ തീ കത്തിക്കുള്ളൂ. ഈ സെയിം പരിപാടിയാണ് യുറാനിയം എൻറിച്ച്മെൻറ്റ്. ഈ 238 എന്നുള്ള കുഴപ്പൻ സ്വഭാവമുള്ള യുറാനിയത്തിൽ നിന്ന് 235 എന്നുള്ള യുറാനിയം മാറ്റിയെടുക്കുന്ന പരിപാടിയാണ് യുറാനിയം എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യുറാനിയം ഇപ്പോൾ നമുക്ക് കിട്ടിയത് യെല്ലോ കേക്ക്, യുറാനിയം ഓക്സൈഡ്, U3O8. അതിൽ കൊണ്ട് നമ്മൾ ഈ പരിപാടി ഒപ്പിച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ന്യൂട്രോൺ കൊണ്ട് ഇടിച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ തന്നെ നിൽക്കും. കാരണം യുറാനിയം 235ൻ്റെ എമൗണ്ട് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യുറാനിയം 238 നിന്ന് യുറാനിയം 235 മാറ്റിയെടുക്കണം. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഇത് കാണാനും എല്ലാം ഒരേപോലെ ഇരിക്കണം. ഇതെങ്ങനെ മാറ്റും? അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് യുറാനിയം ഓക്സൈഡാണ്. അപ്പോൾ ഇവനെ മാറ്റാനായിട്ട് പല വഴികൾ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ മാൻഹാട്ടൻ പ്രോജക്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ യുറാനിയം 238 നിന്ന് 235 വേർതിരിച്ചെടുക്കാൻ പല വഴികൾ നോക്കി. അതിനകത്ത് നിലവിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗ് പ്രോസസ്സിൽ ഇടുക എന്നുള്ളതാണ്.